ഭാരതമാതാവിന്റെ ചിത്രത്തെ ചൊല്ലി ഗവർണർ സർക്കാർ പോര്. ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന ആവശ്യം ഗവർണർ അംഗീകരിച്ചില്ല. സർക്കാരിന്റെ പരിസ്ഥിതി ആഘോഷം രാജ്ഭവനിൽ നിന്ന് മാറ്റി സർക്കാർ. ഗവർണറെ കൂടാതെ സെക്രട്ടേറിയറ്റിൽ ആഘോഷം നടത്തി. രാജ്ഭവനിലേത് RSSന്റെ ഭാരതമാതാവെന്ന് മന്ത്രി പി പ്രസാദ്. ആ മാറ്റം നമുക്ക് ഗവൺമെന്റിന്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. അത് അംഗീകരിക്കാൻ സർക്കാരിന് പ്രയാസമാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും 26-ലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെന്റാക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26-ൽ ഈ UDF ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാനുണ്ടാകും. അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം. പിന്മാറാൻ UDFന് മുന്നിൽ വിചിത്രമായ ഉപാധിയുമായി PV അൻവർ. ആഭ്യന്തരമന്ത്രിയാക്കണം, സതീശനെ മാറ്റണം, ചിരിപ്പിക്കരുതെന്ന് സണ്ണി ജോസഫ്. ഏതായാലും അദ്ദേഹം ഒരു കാര്യം സമ്മതിച്ചത് നന്നായി. UDF ആണ് അടുത്തതിന്റെ മന്ത്രിസഭാ രൂപീകരണവും വകുപ്പ് വിഭജനവും നടത്തുന്നതെന്ന് സമ്മതിച്ചതിന് നന്നായി. പിന്മാറാനുള്ള അവസാന ദിനം ഇന്ന്. അൻവറിന് മുന്നിൽ വാതിലടച്ചെന്ന് സതീശൻ. എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ ബിഷപ്പ് ഹൌസിന് മുന്നിൽ സംഘർഷം. മേജർ ആർച്ച് ബിഷപ്പ് വിളിച്ച യോഗത്തിനെത്തിയ വൈദികരെ തടഞ്ഞ് വിശ്വാസികൾ. അച്ചടക്ക നടപടി നേരിടുന്നവരെ യോഗത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന് പ്രതിഷേധക്കാർ. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൗബിൻ ഷാഹിറിനെ പോലീസ് ചോദ്യം ചെയ്യും. മരട് സ്റ്റേഷനിലെത്താൻ നോട്ടീസ്. സിനിമയ്ക്കായി മുടക്കിയ പണമോ ലാഭവിഹിതമോ കിട്ടിയിട്ടില്ലെന്ന് പരാതി. ബംഗളൂരു ക്രിക്കറ്റ് ആഘോഷ ദുരന്തത്തിൽ പരസ്പരം പഴിചാരി കർണാടക സർക്കാരും BCCIയും. IPL തീർന്നതോടെ ഉത്തരവാദിത്തം അവസാനിച്ചത് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. ആഘോഷം നടത്തിയത് ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് മുഖ്യമന്ത്രി. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തണം എന്ന ഗവർണറുടെ ആവശ്യം സർക്കാർ തള്ളിയതോടെ സർക്കാരിന്റെ പരിസ്ഥിതി ആഘോഷം രാജ്ഭവനിൽ നിന്ന് മാറ്റുകയായിരുന്നു. പകരം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലാണ് പരിസ്ഥിതി ആഘോഷം നടത്തിയത്. ഗവർണറെ കൂടാതെയുള്ള ഒരു പരിസ്ഥിതി ആഘോഷമായിരുന്നു സർക്കാരിൻ്റേത്. ഈ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തണം എന്ന ആവശ്യമാണ് ഗവർണർ ഉന്നയിച്ചത്, രാജ്ഭവൻ ഉന്നയിച്ചത് എന്നാണ് സർക്കാരിന്റെ വാദം. മന്ത്രി പി പ്രസാദാണ് ഈ ഫോട്ടോ പുറത്തുവിട്ടത്. ഇത് യഥാർത്ഥ ഭാരതമാതാവിന്റെ ചിത്രമല്ല എന്നാണ് സർക്കാരിന്റെ വാദം. മന്ത്രി പി പ്രസാദ് ഇക്കാര്യം പറയുകയും ചെയ്തു. ഈ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്താൻ കഴിയില്ല എന്ന കാര്യം സർക്കാർ അറിയിക്കുകയായിരുന്നു രാജ്ഭവനെ. അതുമാത്രമല്ല, RSSന്റെ ചിത്രമാണ് രാജ്ഭവനിൽ ഉള്ളതെന്നും പുഷ്പാർച്ചന നടത്താൻ ആവശ്യപ്പെട്ടത് ആ ചിത്രത്തിന് മുന്നിലാണെന്നും ആണ് സർക്കാരിന്റെ വാദം. ഇത് പക്ഷേ രാജ്ഭവൻ അംഗീകരിച്ചില്ല. രാജ്ഭവനിലെ സെൻട്രൽ ഹാളിൽ ഉള്ള ചിത്രമാണ്, അത് മാറ്റാൻ കഴിയില്ല എന്നാണ് രാജ്ഭവൻ അറിയിച്ചത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. മന്ത്രി പി പ്രസാദിനോട് രാജ്ഭവനിലെ ആഘോഷത്തിൽ പങ്കെടുക്കേണ്ട എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. പകരം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. മന്ത്രി പി പ്രസാദ് ഇതേക്കുറിച്ച് വിശദീകരണം നൽകുകയും ചെയ്തു. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇക്കാര്യത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണല്ലോ സർക്കാരും ഗവർണറും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. മന്ത്രി പറഞ്ഞത് ഭാരതാംബയുടെ ചിത്രമല്ല രാജ്ഭവനിൽ ഉള്ളത് എന്നാണ്. പക്ഷേ രാജ്ഭവനിൽ ഉള്ള ഒരു ഫോട്ടോ തന്നെയല്ലേ ഇത്? എന്തായിരുന്നു രാജ്ഭവൻ ആവശ്യപ്പെട്ടത് ഈ പരിപാടി രാജ്ഭവനിൽ നടത്തുന്നതിന് വേണ്ടി? ഇന്നലെ വൈകുന്നേരമാണ് ഇത് സംബന്ധിച്ച ആശയവിനിമയം, എങ്ങനെയാണ് അവിടെ സ്റ്റേജ് ഒരുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം രാജ്ഭവനും കൃഷിമന്ത്രിയുടെ ഓഫീസുമായി നടന്നത്. അപ്പോഴാണ് ഈ ഒരു ചിത്രത്തിൽ പുഷ്പാർച്ചനയുണ്ട്, പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടി തീരുമാനിക്കേണ്ടതുണ്ട്. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ആദ്യം ദേശീയഗാനം നിർബന്ധമാണ് ഗവർണറുടെ പരിപാടി തുടക്കത്തിലും അവസാനത്തിലും. അതിനു പുറമെ ഈ പുഷ്പാർച്ചന കൂടി വേണമെന്ന് രാജ്ഭവൻ നിർദ്ദേശിച്ചു. അപ്പോഴാണ് എവിടെയാണ് പുഷ്പാർച്ചന നടത്തേണ്ടത്, ഏത് ചിത്രമെന്ന ചോദ്യം കൃഷിമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായത്. ആ ചിത്രം അവർ അയച്ചു നൽകി. അത് അയച്ചു നൽകുമ്പോഴാണത് ഈ മന്ത്രി പറഞ്ഞതുപോലെ RSSന്റെ പരിപാടികൾക്ക് മാത്രം
മാത്രം ഉപയോഗിക്കുന്ന ചിത്രമെന്ന് അവർ തിരിച്ചറിയുകയും അതിലെ രാഷ്ട്രീയ അപകടം മനസ്സിലാക്കുകയും ചെയ്തത്. ഉടൻ തന്നെ അതിൽ പുഷ്പാർച്ചന നടത്താനുള്ള വിസമ്മതം, എതിർപ്പ് മന്ത്രിയുടെ ഓഫീസ് രാജ്ഭവനെ അറിയിച്ചു. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് മറ്റു വഴികളില്ല. രാജ്ഭവനിൽ പരിപാടി നടക്കണമെങ്കിൽ പുഷ്പാർച്ചന നിർബന്ധമെന്ന് ഗവർണറും നിലപാടെടുത്തു. രാജ്ഭവന്റെ പ്രോട്ടോകോൾ തീരുമാനിക്കേണ്ടത് രാജ്ഭവനാണെന്നായിരുന്നു അവരുടെ നിലപാട്. തുടർന്ന് മന്ത്രി പി പ്രസാദ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടു. ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കേണ്ട കാര്യമില്ല, അങ്ങനെയെങ്കിൽ വേണ്ടി വന്നാൽ പരിപാടി തന്നെ മാറ്റണം എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദർബാർ ഹാളിലേക്ക് പരിപാടി മാറ്റുകയും അവിടെ ചീഫ് സെക്രട്ടറിയോട് പങ്കെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തത്. വളരെ വലിയൊരു രാഷ്ട്രീയ അപകടത്തിൽ നിന്ന് ഇടതുമുന്നണിയും സി പി ഐയും രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ള വസ്തുത. കാരണം നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ CPM അടക്കം ഉന്നയിക്കുന്ന ആരോപണം ഇത്തരമൊരു ചിത്രത്തിന് മുന്നിൽ താണുവണങ്ങി നിന്നു എന്നുള്ളതാണ്. അതേ ആരോപണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മന്ത്രി പി പ്രസാദോ സർക്കാരിന്റെ ഏതെങ്കിലും പ്രതിനിധികളോ അവിടെ പോയി നിന്നുവെങ്കിൽ തന്നെ വലിയ രാഷ്ട്രീയ വിവാദമായി മാറി. നേരത്തെ ഗുരുമൂർത്തി അവിടെ പ്രസംഗിച്ചപ്പോൾ തന്നെ അതിലെ കടുത്ത എതിർപ്പ് അറിയിച്ച പ്രതിപക്ഷ ചോദിച്ചത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അതിനെ എതിർക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഗവർണറെ തള്ളിപ്പറഞ്ഞു എന്നത് വസ്തുതയാണെങ്കിൽ പോലും ഇന്നും പ്രതിപക്ഷ നേതാവ് ആ വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഒരു പരിപാടി രാജ്ഭവനിൽ നടക്കുകയും അവിടെ സർക്കാരിന്റെ പ്രതിനിധികൾ മന്ത്രിമാരോ MLA മാരോ ആരെങ്കിലും പങ്കെടുക്കുകയും ചെയ്തെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിന് കിട്ടാവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടിയായത് മാറിയേനെ. അതിൽ നിന്നാണ് ശരിക്കും സർക്കാരും മന്ത്രി പി പ്രസാദും ഒക്കെ രക്ഷപ്പെട്ടിരിക്കുന്നത്. ശരി, പി പ്രസാദിന്റെ വാക്കുകൾ കേൾക്കാം. പക്ഷേ നമുക്ക് നേരത്തെ തന്നെ പരിപാടിയെക്കുറിച്ച് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ രാജ്ഭവനിലേക്ക് പരിപാടിയുടെ അറിയിപ്പുകൾ ചെന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഗ്രാം നിശ്ചയിക്കാറുണ്ട്. അങ്ങനെ പ്രോഗ്രാം നിശ്ചയിച്ച് നൽകി. ആ പ്രോഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം പൊടുന്നനവെ ഒരു മാറ്റം വരുത്തിയുണ്ടായി. ആ മാറ്റം നമുക്ക് ഗവൺമെന്റിന്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. അത് അംഗീകരിക്കാൻ സർക്കാരിന് പ്രയാസമാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിന ആചരണത്തിന്റെ ഭാഗമായുള്ള പരിപാടി സംഘടിപ്പിക്കുകയും സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. രാജ്ഭവനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം നിബന്ധനകൾ രാജ്ഭവൻ മുന്നോട്ട് വയ്ക്കുന്നത് ശരിയല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. രാജ്ഭവൻ RSSന്റെ ആസ്ഥാനമാക്കാൻ പാടില്ല. കോൺഗ്രസ് എതിർപ്പ് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ നേരത്തെ മിണ്ടിയില്ല. ഗവർണറെക്കുറിച്ച് പറയാൻ പേടിയാണ് സർക്കാരിന്. കോൺഗ്രസ് എതിർപ്പ് പറഞ്ഞപ്പോൾ പിണറായി മിണ്ടിയില്ല എന്നുള്ള കാര്യം സതീശൻ ആവർത്തിക്കുകയായിരുന്നു. അല്ല, അത് അങ്ങനത്തെ നിബന്ധനകൾ രാജ്ഭവനിൽ നിന്ന് വയ്ക്കുന്നത് ശരിയല്ലല്ലോ. രാജ്ഭവൻ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ സർക്കാരും മിണ്ടാതിരുന്നു. രാജ്ഭവനിൽ RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന് മുൻ പ്രധാനമന്ത്രിമാരെ, ഈ രാജ്യം ആദരിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാരെ മുഴുവൻ അപമാനിച്ചും അധിക്ഷേപിച്ചും സംസാരിച്ചു. ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് രാജ്ഭവൻ അത്തരം കാര്യങ്ങൾക്കുള്ള വേദി ആക്കരുത്. അതിശക്തിയായി ഞങ്ങൾ പ്രതിഷേധിച്ചു. ഈ പിണറായി വിജയൻ ചുണ്ടൊന്നനയ്ക്കോ? ഒരു പ്രശ്നമില്ല. ഈ CPM എന്തെങ്കിലും പറഞ്ഞോ? ഒരു കുഴപ്പമില്ല അവർക്ക്. രാജ്ഭവനിൽ എന്തോ ആവാം, മനസ്സിലായില്ലേ? അപ്പോൾ രാജ്ഭവൻ RSSന്റെ ആസ്ഥാനമാക്കി മാറ്റാൻ പാടില്ല. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഗവർണർ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അവിടെ നാട്ടിലെ RSSകാർ വന്ന് പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിക്കാനുള്ള സ്ഥലമല്ല. ഓപ്പറേഷൻ സിന്ദൂരിനെ കൊണ്ട് സംസാരിക്കണമെങ്കിൽ ഡിഫൻസ് എക്സ്പെർട്ടുകളെ കൊണ്ട്, വിദേശകാര്യ വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന ആളുകളാണ്. പേടിയാണ് ഇവർക്ക്. ഗവർണറെ കുറിച്ച് പറയാൻ പോലും പേടിയാണ്. അത് രാജ്ഭവൻ അത്തരം കാര്യങ്ങൾക്കുള്ള വേദിയാകാൻ പാടില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം ഇന്ന് വ്യക്തമാകും. സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അല്പസമയത്തിനകം അവസാനിക്കും. 2026-ൽ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും കിട്ടണമെന്നും VD സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുമുള്ള ഉപാധിയാണ് ഇന്ന് പിന്മാറുവാനായിട്ട് PV അൻവർ മുന്നോട്ട് വെച്ചത്. ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ്. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും 26-ലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെന്റാക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26-ൽ ഈ UDF ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാൻ ഉണ്ടാകും. അതിൽ കുറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം, അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം. അതേസമയം ചിരിപ്പിക്കുന്നതാണ് PV അൻവറിന്റെ ആവശ്യങ്ങളെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പരിഹസിച്ചത്. അമ്പരപ്പല്ല, എനിക്ക് ചിരിയാ വരുന്നത്. ഏതായാലും അദ്ദേഹം ഒരു കാര്യം സംബന്ധിച്ചത് നന്നായി. UDF ആണ് അടുത്തതിൻ്റെ മന്ത്രിസഭാ രൂപീകരണവും വകുപ്പ് വിഭജനവും നടത്തുന്നതെന്ന് സംബന്ധിച്ചതിന്
നന്നായി. അൻവറിനെ ഇപ്പോൾ LDF-ന്റെ ഒരു പിന്തുണ ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ LDF-ന് വേണ്ടി അദ്ദേഹം നിലകൊള്ളുന്നു. ഈ ഇലക്ഷനിലൊരു നോൺ ഇഷ്യൂ അല്ല. ഈ ഇലക്ഷൻ രണ്ട് മുന്നണികൾ തമ്മിലുള്ള UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരം തന്നെയാണ്. അതിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പ്രസക്തിയില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം നിലപാടുകൾ മാറ്റം ഉണ്ടാകുമോ? നമുക്ക് ആലോചിക്കാം. വഴികൾ തുറന്നിട്ടിരുന്നതാണ്. ഇപ്പം നൗ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. താൽക്കാലികമായി ആ വഴി അടച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ അധ്യായം അടച്ചിരിക്കുന്നു എന്ന് പറയാം അല്ലേ? നൗ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അൻവറിന് മുന്നിൽ ഇപ്പോൾ വാതിൽ അടച്ചിരിക്കുകയാണെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. ഇനി വാതിൽ തുറക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചർച്ചയുടെ എല്ലാ വാതിലും അടച്ചു. UDF തീരുമാനിച്ചാണ്. ഒരു ചർച്ചയില്ല. അല്ല, ഒരു ചർച്ചയില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. പിന്നെ നിങ്ങൾ വേറെ ഓരോരുത്തരുടെ എല്ലാവരും പറയുന്നതിന് മറുപടി ഞാൻ പറയണം. വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. നോ 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 UDF ഏകകണ്ഠമായെടുത്ത തീരുമാനമാണ്. ചർച്ചയുടെ എല്ലാ വാതിലും അടഞ്ഞു. ഇനി ഒരു ചർച്ചയില്ല അതിനെ. ഇതാണ് UDF-ന്റെ നിലപാട്. ഇനി വാതിൽ തുറക്കില്ല PV അൻവറിന് മുന്നിൽ. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. അനുമോദ്, ഇനി വലിയ സസ്പെൻസ് ഒന്നും ഇല്ലല്ലോ. വേണമെങ്കിൽ അൻവറിന് തീരുമാനിക്കാം, അത്രമാത്രമേ ഉള്ളൂവല്ലോ, പിന്മാറണോ വേണ്ടയോ എന്ന്. തീർച്ചയായും അൻവറിന് ഈ ഒരു ഘട്ടത്തിൽ ഇനി പിന്മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെ വേണം കരുതാൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അൻവർ ഇടതു വലത് മുന്നണികൾക്കെതിരെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏകദേശം ധാരണയായി, ഏകദേശം വ്യക്തമായി. അദ്ദേഹം പ്രചരണവും ആരംഭിച്ചു. അല്പസമയം മുമ്പ് ഇടക്കരയിൽ എത്തി വോട്ടർമാരെ കണ്ടെത്തി വോട്ടഭ്യർത്ഥിച്ചു. ഇന്ന് ഉച്ചവരെ ഇതിൽ ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം നിലപാട് മാറ്റുമോ, UDF-ലെ പല നേതാക്കളും അദ്ദേഹവുമായി ചർച്ച നടത്തുന്നുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഈ UDF നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളോട് സഹകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്ന അല്ലെന്ന് വ്യക്തമാക്കി. നേരത്തെ പറഞ്ഞതുപോലെ 2026-ൽ നമുക്ക് ഒരിക്കലും അൻവറിന് കൊടുക്കാൻ UDF-ന് ഒരു സാധ്യതയില്ലാത്ത തരത്തിലുള്ള ആഭ്യന്തര വകുപ്പും വനംവകുപ്പും വേണമെന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും VD സതീശനെ മാറ്റണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ UDF ഈ ഘട്ടത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. ഒപ്പം ഇടതു വലതു മുന്നണികൾക്കെതിരെ ഇനി ഏത് തരത്തിലായിരിക്കും പ്രചരണം എന്നതാണ് അറിയേണ്ടത്. കാടിളക്കിയുള്ള പ്രചരണത്തിന് അൻവർ ഒറ്റയ്ക്ക് സാധിക്കില്ല എന്ന് അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നിരുന്നാൽ പോലും തനിക്ക് സാധ്യമായ രീതിയിൽ തൻ്റെ കരുത്ത് തെളിയിച്ച് നിലമ്പൂരിൽ തനിക്കൊരു സ്ഥിരമായ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിച്ചാൽ അത് തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഈ ഒരു ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നൊരു പ്രതീക്ഷ കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ അൻവർ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 3 മണിയോടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ പിൻവലിക്കാനുള്ള സമയം പൂർത്തിയാകും. അതോടെ എത്ര സ്ഥാനാർത്ഥികൾ നിലമ്പൂരിലുണ്ടെന്നും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും PV അൻവർ മത്സരരംഗത്തുണ്ടാകും. അൻവറിന് മുന്നിൽ ഒരു തരത്തിലും ഉള്ള ചർച്ചകൾക്ക് ഇനി UDF വഴങ്ങുകയുമില്ല. മാസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും മലപ്പുറം ജില്ലാ രൂപീകരണ വിവാദങ്ങളുമാണ് പ്രചാരണ രംഗത്ത് UDF ഇപ്പോൾ ഉയർത്തുന്നത്. ജില്ലയെ ആക്ഷേപിച്ച് പറയുകയും അതിന് കൂട്ടുനിൽക്കുന്നവർക്ക് സംരക്ഷണം നൽകുകയുമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും പരാമർശം മാറ്റിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്നും AP അനിൽകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 100 പേജിൻ്റെ നോട്ട് പുസ്തകത്തിൽ എഴുതിയാൽ തീരാത്ത അത്ര പരാതികൾ ഈ ഗവൺമെൻറ്റിനെ കുറിച്ചുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു ജില്ലയായ മലപ്പുറം ജില്ലയെക്കുറിച്ച് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി. അതാണല്ലോ നമ്മുടെ ഒരു സ്ഥിതി. ആ മുഖ്യമന്ത്രി തന്നെ ഒരു ജില്ലയെക്കുറിച്ച് ആക്ഷേപിച്ച് പറയുക, അങ്ങനെ ആക്ഷേപിക്കുന്നവർക്ക് സംരക്ഷണം നൽകുക, ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റു വഴികളില്ലാത്തതുകൊണ്ടായിരുന്നു CPM മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് അനുകൂലമായി നിലപാടെടുത്തതെന്നാണ് KR ഗൗരിയമ്മയുടെ ആത്മകഥയിൽ പറയുന്ന കാര്യം ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗിന്റെ വിമർശനം. PK ഫിറോസിന്റെ വാക്കുകളിലേക്ക്. മുഖ്യമന്ത്രി ഹിന്ദുവിൽ നടത്തിയ അഭിമുഖം മലപ്പുറം ജില്ലയെ ആകമാനം അപമാനിക്കുന്ന തരത്തിലാണല്ലോ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. തുടർച്ചയായി മലപ്പുറം ജില്ലക്കെതിരായി, മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്കെതിരായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ കാണുമ്പോൾ ജില്ലയെ ആകെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണല്ലോ. ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചപ്പോൾ ആ വിജയം ന്യൂനപക്ഷ വർഗീയതയാണ് വിജയത്തിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രനാണ്. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ വോട്ടർമാരെ സമീപിക്കുമ്പോൾ അവർ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഞങ്ങളെ അപമാനിച്ച മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് അവർ ഓർത്തുകൊണ്ട് ഞങ്ങളോട് പറയാണ്.
കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. അനീഷ്, മലപ്പുറം പരാമർശം നേരത്തെയും ഉന്നയിച്ചതാണ്, അത് തേഞ്ഞു പഴകിയതാണ് എന്നാണല്ലോ CPM ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തവരാണ് CPM. പിന്നീട് ഞങ്ങളാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് എന്ന വാദം ഉന്നയിക്കുന്നതിൻ്റെ കാര്യകാരണ സഹിതമുള്ള വിശദീകരണങ്ങളും ഇപ്പോൾ UDF നൽകുകയാണല്ലോ. പക്ഷേ രണ്ടും അവഗണിക്കുക എന്നത് തന്നെയല്ലേ LDFിൻ്റെ നിലപാട്? LDF ഇക്കാര്യത്തിൽ കാര്യമായ ഒരു പ്രതികരണങ്ങളുമായി മുന്നോട്ട് വരുന്നില്ല. കാരണം മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പറഞ്ഞു തേഞ്ഞു പോയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പഴകിയ കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങളുമായി എന്തിനു മുന്നോട്ട് വരുന്നു? മുഖ്യമന്ത്രി തന്നെ ഈ ഇൻ്റർവ്യൂവിൽ വന്ന കാര്യങ്ങളെ തള്ളിപ്പറഞ്ഞതാണ്. പിന്നീട് ആ പത്രം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും അത് ഉന്നയിക്കുന്നത് ദുഷ്ടലാക്കോടുകൂടി ആണ് എന്ന് തന്നെ CPM പറയുന്നു. പക്ഷേ ആ വിഷയത്തിൽ തന്നെ ഊന്നി മുന്നോട്ട് പോകാനാണ് UDF കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അവർ നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളായാലും മറ്റ് കവലകളിലെ യോഗങ്ങളായാലും എല്ലായിടത്തും ഊന്നി പറയുന്ന ഒരു കാര്യം ഇതുതന്നെയാണ്. കാരണം മലപ്പുറം വികാരം എന്നത് ഉയർന്നു വരുമ്പോൾ അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത്തരം ഒരിടത്ത് ഇത്തരം വോട്ടുകളേറെ നിർണായകമായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറാവുന്നില്ല. ദേശീയപാത പോലുള്ള മറ്റു ചില വിഷയങ്ങൾ കൂടി രണ്ടാമതായി ഉയർന്നു വരുന്നെങ്കിൽ പോലും ഇപ്പോഴും പ്രചാരണ രംഗത്ത് പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു വിഷയം ഇതുതന്നെയാണ്. മഞ്ജുഷ്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. 2 ദിവസമായിട്ട് ഇതേ വിഷയം തന്നെയാണ്, മലപ്പുറം ജില്ലാ രൂപീകരണം, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം. ഇത് രണ്ടുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് UDF ഉയർത്തിക്കാട്ടുന്നത്. LDFും UDFും അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രണ്ടു കൂട്ടരും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. സർക്കാർ 10 വർഷം കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. ഇവിടെ ഏറ്റവും ഒരു അൺഫോർച്ചുനേറ്റ് ഒരു കാര്യം നമ്മുടെ നാട്ടിൽ 10-20 കൊല്ലം നടക്കുന്നത്, ഈ രണ്ട് പാർട്ടിയും LDFും UDFും ചെയ്യുന്നത് 100% 24/7 365 ദിവസം രാഷ്ട്രീയം. അവർക്ക് വികസനമോ പുരോഗതിയോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ അതിനൊരു താല്പര്യമോ ഒരു പദ്ധതിയോ ഒരു സ്കീമോ ഒരു പോളിസിയോ ഉണ്ടാക്കാൻ ഒരു ഇഷ്ടമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. ഇതാണ് സത്യം, ഇതാണ് ഫാക്ട്. ജനപ്രാതിനിധ്യ നിയമം ലംഘിക്കപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നടന്നതെന്ന് M സ്വരാജ്. മതത്തെയും വിശ്വാസങ്ങളെയും നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നു. പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് കോടതിയിൽ പോയതെന്നും സ്വരാജ് പറഞ്ഞു. പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നതാണ്. പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് പോയത്, അല്ലാതെ എൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനം ഞാൻ നടപ്പാക്കിയതല്ല. പാർട്ടിയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുത്തത്. എടുക്കാൻ കാരണം ജനപ്രാതിനിധ്യ നിയമം നഗ്നമായി ലംഘിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. ഞാനതിനെക്കുറിച്ചൊന്നും ആരോടും അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. എത്ര വലിയ തെളിവുകൾ അതിൻ്റെ മുൻപാകെയുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ജനാധിപത്യത്തെ ഇത്രമേൽ ദുർബലപ്പെടുത്തുന്ന മതത്തെയും വിശ്വാസങ്ങളെയും നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് വലിച്ചിഴച്ച ഒരു സംഭവം അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും അത് നമ്മൾ നിസ്സംഗമായി നോക്കി നിൽക്കാൻ പാടില്ലാത്തതാണെന്നും പാർട്ടി കാണുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി കോടതിയെ സമീപിച്ചു. വൈദിക സമിതി യോഗത്തെ ചൊല്ലി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഘർഷം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വിളിച്ചു ചേർത്ത യോഗത്തിനെത്തിയ ചില വൈദികരെ ഒരു വിഭാഗം വിശ്വാസികൾ തടയുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, എന്താണ് പ്രതിഷേധത്തിന് കാരണമായത്? മഞ്ജുഷ, ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത, സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദിക സമിതി യോഗം ഇന്ന് മേജർ ആർച്ച് ബിഷപ്പ് വിളിച്ചു ചേർത്തിരുന്നു. പക്ഷേ അതിലേക്ക് വൈദിക സമിതി യോഗത്തിലേക്ക് എത്തിയ വൈദികർ സഭയുടെ തന്നെ അച്ചടക്ക നടപടി നേരിട്ടവരാണ്. അവരെ ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വിശ്വാസികൾ, വൺ ചർച്ച് വൺ കുർബാന എന്ന പേരിൽ രൂപീകൃതമായ ഒരു മൂവ്മെൻറ്റ്, ഒരു വിഭാഗം വിശ്വാസികൾ വന്ന് ഈ വൈദികരെ തടഞ്ഞു. അവർക്ക്
അവർക്ക് ഒരു കാരണവശാലും അകത്തേക്ക് കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന രീതിയിൽ തന്നെ അവരെ തടയുകയും ചെയ്തിരുന്നത്. വലിയ രീതിയിലൊരു സംഘർഷാവസ്ഥയിലേക്കാണ് എറണാകുളം സെൻറ് മേരീസ് ബസിലിക്കയ്ക്ക് മുന്നിലുണ്ടായത്. വൈദികരെ തടഞ്ഞുകൊണ്ടുള്ള ഈ നടപടികൾ തുടരുകയും അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങുകയും ചെയ്തപ്പോഴാണ് പോലീസ് ഇടപെടുകയും പോലീസ് ഇടപെട്ട് ഇവരെ ആദ്യഘട്ടത്തിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ നീക്കി നിർത്താനും എല്ലാം ശ്രമിച്ചു. പക്ഷേ പിന്നീട് അതിന് കഴിയാതെ വന്നതിനെ തുടർന്നാണ് പോലീസ് ബലം പ്രയോഗിച്ച് ഇതിലേതാണ്ട് 40ഓളം പേരെ ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെന്ന് അറിയിച്ചു. തുടർന്ന് മറ്റുള്ളവരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. അവരിപ്പോൾ എറണാകുളം സെൻറ് മേരീസ് ബസിലിക്കയ്ക്ക് പള്ളി പരിസരത്തിനകത്താണ് അവരുള്ളത്. ഇപ്പോഴും വൈദിക സമിതി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് കുർബാന ഏകീകരണം എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്നത് സംബന്ധിയായ കാര്യങ്ങളുള്ള ചർച്ചകളാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് അതേസമയം തന്നെ ഈ കുർബാന ഏകീകരണം അംഗീകരിക്കാത്ത ജനാഭിമുഖ കുർബാനയെ മാത്രമേ അംഗീകരിക്കൂ എന്ന് പറയുന്ന ഒരു വിഭാഗം വിശ്വാസികളുടെ യോഗവും ഇതോടൊപ്പം തന്നെ കലൂർ റിന്യൂവൽ സെൻ്ററിൽ ചേരുന്നുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന ചർച്ചകൾ ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ വളരെ നിർണായകം തന്നെയാണ്. ഇത് ഏത് രീതിയിലാണ് പരിഹരിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് ആർക്കും ഇതുവരെയും ഒരു ധാരണയുമില്ല എന്നതാണ് വസ്തുത. എന്തായാലും ചർച്ചകൾ മുന്നോട്ട്. ആസൂത്രണത്തിലും ഏകോപനത്തിലും ഉണ്ടായ ഗുരുതര പിഴവാണ് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിന് വഴിവെച്ചത്. ദുരന്തത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി. പരിക്കേറ്റ 47 പേരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. സർക്കാർ സ്പോൺസേഡ് ദുരന്തമാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ കർണാടക സർക്കാർ മജിസ്ട്രേറ്റിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിജയാഘോഷം വലിയ ദുരന്തത്തിന് വഴിയൊരുക്കിയതിന്റെ ബാക്കിപത്രമാണിത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ഗേറ്റുകളിൽ ചെരുപ്പുകളുടെ കൂമ്പാരം. 32,000 പേർക്കിരിക്കാൻ കപ്പാസിറ്റിയുള്ള ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ഇന്നലെ എത്തിയത് 2 ലക്ഷത്തിലധികം പേർ. നിയന്ത്രിക്കാനുണ്ടായിരുന്നത് 5000-ൽ താഴെ പോലീസുകാർ മാത്രം. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പോലീസ് ഉദ്യോഗസ്ഥരെ പരിപാടിയുടെ അജണ്ടയും മറ്റു കാര്യങ്ങളും മുൻകൂട്ടി അറിയിച്ചില്ല. സൗജന്യ പാസ് സംബന്ധിച്ചും ആശയക്കുഴപ്പമുണ്ടായി. 21 ഗേറ്റുകളുള്ള സ്റ്റേഡിയത്തിൽ തുറന്ന ഗേറ്റുകളിലൂടെ അകത്ത് കടക്കാൻ ആരാധകർ തിക്കിത്തിരക്കിയതോടെ നിയന്ത്രണം കൈവിട്ടു. ഗേറ്റുകളിൽ ബാരിക്കേഡ് സ്ഥാപിക്കാത്തതും ദുരന്തത്തിന്റെ ആക്കം കൂട്ടി. പോലീസുമായി കൃത്യമായ ആശയവിനിമയമില്ലാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് വിജയാഘോഷം ആസൂത്രണം ചെയ്തത്. താരങ്ങളുമായുള്ള പരേഡിലും അവസാന നിമിഷം വരെ സർവത്ര ആശയക്കുഴപ്പമായിരുന്നു. പരിപാടി ഞായറാഴ്ചയിലേക്ക് മാറ്റണമെന്ന പോലീസ് നിർദ്ദേശം രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് അട്ടിമറിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. IPL കിരീടം സ്വന്തമാക്കിയ RCBക്ക് സ്വീകരണം ഒരുക്കാൻ ഇന്നലെ ബംഗളൂരുവിൽ സംഘടിപ്പിച്ചത് 2 പരിപാടികൾ. കർണാടക സർക്കാരിന്റെ നേതൃത്വത്തിൽ വിധാൻ സൗദയ്ക്ക് മുന്നിലും കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും. സംഭവത്തിൽ സർക്കാർ മജിസ്ട്രിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകും. പോലീസ് വീഴ്ച വ്യക്തമാക്കാതെയാണ് കർണാടക DGP സർക്കാരിന് നൽകിയ പ്രാഥമിക റിപ്പോർട്ട്. സംഭവം രാഷ്ട്രീയ വിവാദത്തിനും തിരികൊളുത്തി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തി. സർക്കാർ സ്പോൺസേഡ് ദുരന്തമെന്നും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനാണ് ദുരന്തത്തിന്റെ ഉത്തരവാദിത്വമെന്നും പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തി. അതേസമയം ദുരന്തത്തിനിടയിലും ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആഘോഷം തുടർന്നതിലും വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ദേശീയപാതയുടെ തകർച്ചയെക്കുറിച്ച് NHAI ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതിയിൽ വിശദീകരണം നൽകും. തകർച്ചയുടെ കാരണവും ഉത്തരവാദികൾ ആരെന്നും വിശദീകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് കേസ് പരിഗണിക്കുക. കൊച്ചിയിലെ റോഡുകളുമായി ബന്ധപ്പെട്ടുള്ള ഹർജിക്കൊപ്പമാകും ദേശീയപാത വിഷയവും പരിഗണിക്കുക. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിൽ ഉപകരാറിലൂടെ കോടികളുടെ അഴിമതി നടന്നതിനെക്കുറിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യാത്തതെന്തെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. മുഖ്യമന്ത്രിയും ഗഡ്കരിയും തമ്മിലുള്ള കൂട്ടുകെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്രമന്ത്രിയോട് സംസാരിക്കാതിരുന്നത് കേരളത്തിലുള്ളത് ഒരു ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണോ? മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും സംഭാഷണം പ്രസ്താവനയും കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണ്. മോഡി പറയുന്ന വാചകമാണ് ഈ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ്. അവിടെയും അവരുടെ ഗവൺമെന്റ്, കേന്ദ്രത്തിലും അവരുടെ ഗവൺമെന്റ്, സംസ്ഥാനത്തിലും അവരുടെ ഗവൺമെന്റ്. കണ്ണൂർ ചെങ്ങളായി ചുഴലി കാവുമ്പായി റോഡിൽ കുഴി രൂപപ്പെട്ടത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം കാരണമാണെന്ന് സ്ഥലം സന്ദർശിച്ച് പ്രാഥമിക പരിശോധന നടത്തിയ വിദഗ്ധ സംഘം. റോഡിലൂടെ കാൽനട യാത്ര പോലും അസാധ്യമാണ്. റോഡ് പൂർണ്ണമായും അടച്ചു. ഗതാഗതം
നിടിയേങ്ങ റോഡ് വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. സംഭവത്തിൽ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ അവധി ശനിയാഴ്ചയായിരിക്കും. നാളത്തെ അവധിയാണ് മറ്റന്നാളത്തേക്ക് മാറ്റിയത്. നാളെ സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും പ്രവൃത്തി ദിനമായിരിക്കും. നേരത്തെ 2 ദിവസം അവധി വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ നാളെ പ്രവൃത്തി ദിവസമായിരിക്കും, മറ്റന്നാളായിരിക്കും അവധി. ഹജ്ജ് തീർത്ഥാടനത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്നാണ്. 160 രാജ്യങ്ങളിൽ നിന്നായി 18 ലക്ഷത്തോളം തീർത്ഥാടകർ ഇന്ന് അറഫ മൈതാനിയിൽ സംഗമിക്കും. ബുധനാഴ്ച പകലോടെ മുഴുവൻ തീർത്ഥാടകരും മിനായിൽ എത്തിയതോടെ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കമായിരുന്നു. അറഫയിൽ പ്രാർത്ഥന പൂർത്തിയാക്കി തീർത്ഥാടകർ സൂര്യാസ്തമയ ശേഷം മുസ്തലിഫയിലേക്ക് നീങ്ങും. വെള്ളിയാഴ്ച പുലർച്ചെ മിനായിൽ തിരിച്ചെത്തും. അവിടെ ജംറയിൽ കല്ലേറ് കർമ്മം നിർവഹിച്ച് മുടി മുറിക്കുന്നതോടെ ഹജ്ജിന് അർദ്ധവിരാമമാകും. നാളെ ഗൾഫിൽ ബലിപെരുന്നാളാണ്. ശനിയാഴ്ചയാണ് കേരളത്തിൽ ബലിപെരുന്നാൾ. മഞ്ഞുമ്മൽ ബോയ് സിനിമയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന് നോട്ടീസ് നൽകി മരട് പോലീസ്. 14 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിറിനും ഷോൺ ആന്റണിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. മഞ്ഞുമ്മൽ ബോയ് സിനിമയുടെ ലാഭവിഹിതം നൽകിയില്ലെന്ന അരൂർ സ്വദേശി സിറാജ് വലിയതുറ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. നിർമ്മാതാവും നടനുമായ സൗബിൻ ഷാഹിർ, സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മരട് പോലീസ് നോട്ടീസ് നൽകിയത്. നേരത്തെ കേസ് റദ്ദാക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം തള്ളിയ ഹൈക്കോടതി അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കിയിരുന്നു. സിനിമയ്ക്കായി പലപ്പോഴായി മുടക്കിയ 7 കോടി രൂപയോ ലാഭവിഹിതമോ തിരിച്ചു നൽകിയില്ലെന്നായിരുന്നു പരാതി. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകളാണ് നിർമ്മാതാക്കൾക്കെതിരെ ചുമത്തിയത്. 2022 നവംബർ 30-ന് 5.99 കോടി രൂപ പറവ ഫിലിംസിന്റെ കടവന്ത്രയിലെ ബാങ്ക് അക്കൗണ്ടിലേക്കും 50 ലക്ഷം രൂപ ഷോൺ ആന്റണിയുടെ അക്കൗണ്ടിലും നൽകി. ഇതോടൊപ്പം 51 ലക്ഷം രൂപ പലപ്പോഴായി പണമായി കൈപ്പറ്റിയെന്നും സിറാജ് മൊഴി നൽകിയിരുന്നു. കരാർ പ്രകാരം പരാതിക്കാരന് 40 കോടി രൂപയുടെ അർഹതയുണ്ടെന്നും അത് നൽകിയില്ലെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൊച്ചി കപ്പൽ അപകടത്തിൽ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്ന് ഹൈക്കോടതി. എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങളെ അറിയിക്കണം. കാർഗോകളിൽ എന്താണെന്ന് അറിയിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാരും ജസ്റ്റിസ് ബസന്ത് ബാലാജിയും ഉൾപ്പെട്ട ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. TN പ്രതാപനാണ് പൊതു താൽപര്യ ഹർജി നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം എൽദോ ചേരും.